ഖത്തർ ചാര കേസിൽ ഇന്ത്യക്കാർക്ക് 3 വർഷം മുതൽ 25 വർഷം വരെ തടവ് ശിക്ഷ. നാവികസേന കമാൻഡർ ആയിരുന്ന പൂർണേന്ദു തിവാരിക്ക് 25 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 4 പേർ 15 വർഷവും 2 പേർ 10 വർഷവും തടവിനുഭവിക്കണം. തിരുവനന്തപുരം സ്വദേശിയായ മലയാളിക്ക് 3 കൊല്ലമാണ് ശിക്ഷ. പി ബസന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബസന്ത്, വധശിക്ഷ ഒഴിവായത് ആശ്വാസമാണ്, പക്ഷേ കടുത്ത രീതിയിലുള്ള തടവ് ശിക്ഷയുടെ വിധിയാണ് വരുന്നത്. ആർക്കൊക്കെയാണ് എത്ര വർഷം തടവനുഭവിക്കേണ്ടത്? കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ? പ്രതീക്ഷ, ഇത് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് വിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പൂർണ്ണമായി ലഭിച്ച ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് നിയമ നടപടികൾ എടുക്കൂ എന്നാണ്. അതേസമയം പുറത്തു വരുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ 3 കൊല്ലം മുതൽ 25 കൊല്ലം വരെയാണ് ഈ 8 നാവികസേന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന തടവ് ശിക്ഷ. വേറെ ഗ്ലോബലിന്റെ MD ആയിരുന്ന പൂർണേന്ദു തിവാരി, അദ്ദേഹം മുൻ നാവികസേന കമാൻഡർ കൂടിയാണ്. അദ്ദേഹത്തിന് 25 കൊല്ലവും 4 പേർക്ക് 15 കൊല്ലവും 2 പേർക്ക് 10 കൊല്ലവും മലയാളിയായ സെയിലർ ആയിരുന്ന ആൾക്ക് 3 കൊല്ലവുമാണ് ഇപ്പോൾ തടവ് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ഏതായാലും വിധിയുടെ പ്രസക്ത വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ മറ്റ് വിവരങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് വിദേശ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.